ഹായ് എല്ലാവർക്കും ഫോർഗാം മിൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചേട്ടനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ലല്ലോ, ഷെട്രിക്കേട്ടൻ. നമ്മുടെ കല്ലുമേക്കായും കായൽ യാത്രയിലും കല്ലുമേക്ക കിട്ടില്ലായിട്ട് അടിച്ചു വന്ന ഷെട്രിക്കേട്ടനാണ്. ഷെട്രിക്കേട്ടൻ എന്താ നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? ഇപ്പോൾ കൂട്ടുകാരൊക്കെയാണെങ്കിലും കുറേ പേര് പറഞ്ഞു നല്ല ഒരു കായലൊക്കെ പോയി പിടിച്ചത് കൊണ്ട് ഈ കല്ലുമേക്ക ലൈവായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ കമൻറ്റ് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ്. അതെ, അപ്പോൾ ഷെട്രിക്കേട്ടൻ എന്തായാലും നമ്മുടെ വ്യൂവേഴ്സ് എല്ലാവരും കണ്ട്. ഇന്ന് ഷെട്രിക്കേട്ടൻ്റെ വൈഫാണല്ലേ? ഇത് വൈഫാണ് നോക്കുന്നത്. ടിൻഡി ചേച്ചിയാണ് ഇന്ന് നമുക്ക് പുതിയൊരു എന്താണ് നമ്മുടെ ഇതാണ് ചെയ്യുന്നത്, ലസ്സി. 3 ലസ്സിയും പിന്നെ ഒരു സ്മൂത്തിയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചി ചെയ്യുന്നത് എന്തൊക്കെ ലസ്സി ആയിരുന്നു ചേച്ചി? പച്ചമാങ്ങ ലസ്സി, മിന്റ് ലസ്സി, മസാല ലസ്സി, പിന്നെ മാംഗോ സ്മൂത്തി. അപ്പോൾ ചേച്ചി മാംഗോ സ്മൂത്തി, പിന്നെ പച്ചമാങ്ങ ലസ്സി, പിന്നെ മിന്റ് ലസ്സി, പിന്നെ മസാല ലസ്സി, എല്ലാം വെറൈറ്റി സാധനമുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് വരാമ്പോൾ ചേച്ചി ഉണ്ടാക്കി തരാറുണ്ട്. കിട്ടുന്ന സാധനമാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാം ഉണ്ടാക്കി കഴിയും. അത്രയ്ക്ക് സ്പീഡിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇവരുടെ കുഞ്ഞാട്ടോ. ഹായ് പറഞ്ഞേ. കൊച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. കൊച്ചിന് എന്തെങ്കിലും ഒരു ഐറ്റം ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമുക്കത് വരും എപ്പിസോഡുകൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം ലസ്സി ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 3 വെറൈറ്റി ലസ്സിയും ഒരു വെറൈറ്റി സ്മൂത്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലസ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ തൈരിൽ ഉണ്ടാക്കുന്നതാണ്. ചെറിയൊരു പുളിയും മധുരവും കൂടി ഉള്ളതാണ്. സ്മൂത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പാലിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നോക്കാം. ഇത് പഴുത്ത മാങ്ങയാണ്. പഴുത്ത മാങ്ങ തൊലി ഒരു മാങ്ങ തൊലി കളഞ്ഞ് നന്നായിട്ട് ചെറുതാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് പഞ്ചസാര, ഏലക്ക, റോബസ്റ്റ, പിന്നെ പാല്. ഇത്ര സാധനങ്ങളാണ് നമുക്ക് സ്മൂത്തിക്ക് വേണ്ടത്. മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ അതിലോട്ട് കുറച്ച് പാലൊഴിക്കുക. കുറച്ച് പാലൊഴിച്ചു. ഒരു 2-3 ഏലക്ക ഇടുക. കുറച്ച് ഷുഗർ, ഇതിനാവശ്യമായ ഷുഗറാണ് നമ്മൾ എടുക്കുന്നത്. കുറച്ച് ഷുഗർ എടുക്കുക. നമുക്കിത് മിക്സിയിൽ അടിക്കാം. ഇത് ഏകദേശമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിത് എടുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് ഇത് അരിച്ച ഒരു ചെറിയ ബൗളിലോട്ട് മാറ്റാം. ഇനി കുറച്ചും കൂടി പാല് നമ്മൾ മിക്സി ജാറിലോട്ട് ഒഴിക്കുക. അതിലോട്ട് ഒരു പഴം മതിയാവും. പഴം നമ്മൾ ഈ പാലിലോട്ട് ഇടുകയാണ്. ഇത് നമുക്ക് ജാലൊഴിച്ച് ഇതും നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതും ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഒഴിച്ച് വെച്ച് ആ ബൗളിലോട്ട് തന്നെ ഒഴിക്കാം. കുറച്ചും കൂടി പാലുണ്ട്. അതും കൂടി നമുക്ക് ഇതിലോട്ട് എടുത്തിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പഴമാങ്ങ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് അടിക്കാം.
കുറച്ചും കൂടി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം, കാരണം നല്ല തിക്കാണ്. അപ്പോൾ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് ഇത് നമുക്ക് ഇതിലോട്ടൊഴിച്ച് മിക്സ് ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ 3 ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം സ്മൂത്ത് റെഡി ആയിട്ടുണ്ട്. ആ മാങ്ങയുടെ ഒരു മഞ്ഞ കളറും പഴത്തിൻ്റെ ആ ഒരു ലൈറ്റ് ഒരു വെള്ള കളറും കൂടി ആയിട്ട് ഏകദേശം നമ്മുടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്കിത് മാറ്റാം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മിൻറ്റ് ലസ്സിയാണ്. അപ്പോൾ മിൻറ്റ് ലസ്സിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് മിൻറ്റാണ്. മിൻറ്റ് നമ്മൾ ഇല മാത്രമായിട്ട് അടത്തിയിരിക്കുന്നതാണ് മിൻറ്റ്. പിന്നെ കുറച്ച് ഷുഗർ, പിന്നെ ഇത് കേടെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഹാങ് കേടെന്ന് പറയും. അതായത് ഇതിൻ്റെ അകത്ത് തൈര്, നമ്മൾ പാക്കറ്റ് തൈര് മേടിച്ചിട്ട് നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ ആ വെള്ളം കളഞ്ഞിട്ട് ഇത്തിരി കട്ടിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെള്ളം കളഞ്ഞ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നതാണിത് തൈര്. കാരണം ലസ്സി ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസാകാണ്ട് കട്ടിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വെള്ളം കളഞ്ഞ് ഒന്ന് തൈര് എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ചും കൂടി അടിയാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്ക് അടിച്ചു. കുറച്ചും കൂടി ഇല കുറച്ചും കൂടി അടിയാനുണ്ട്. അല്ലെങ്കിൽ തരി പോലെ കിടക്കണതാണ്. അപ്പോൾ അത് ഒന്നും കൂടി നന്നായിട്ട് അടിക്കാം. ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 2 തവി ഇത് ഹാങ് കേട് ഇടാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഈ ബൗളിലോട്ട് മാറ്റാം. നമുക്കിതിൻ്റെ അകത്തോട്ട് ഒരു 2 തവി ഇത് ഹാങ് കേട് ഇടാം. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. മിൻറ്റ് ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം.
ഇനി അടുത്ത പച്ചമാങ്ങയുടെ ലസ്സിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു മാങ്ങ തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഷുഗർ, പിന്നെ നേരത്തെ നമ്മൾ എടുത്ത ലസ്സി മിൻറ്റ് ലസ്സിക്ക് എടുത്ത ആ കേട് തന്നെയാണ് നമ്മൾ ഇതിനും യൂസ് ചെയ്യുന്നത്. നമുക്ക് പച്ചമാങ്ങ ജാറിലോട്ടിടാം. കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതിനാവശ്യമായ ഷുഗർ ഇടുക. ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. ഏകദേശം ഇതായിട്ടുണ്ട്. നമുക്ക് ഈ ബൗളിലോട്ട് മാറ്റാം. ഇതിലോട്ട് നമുക്ക് ഈ തൈര് ചേർക്കാം. ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പച്ചമാങ്ങയുടെ ലസ്സി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി സർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്ക് മാറ്റാം. ഇനി അടുത്ത് നമ്മൾ മസാല ലസ്സിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയ ലസ്സിയേക്കാളും ഇതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ ഷുഗർ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഇതിൽ നമ്മൾ സോൾട്ട്, ഇത്തിരി എരിവ് കൂടിയ എരിവാണ്, എരിവും ഉപ്പും കൂടിയുള്ള ഇതാണ് മസാല ലസ്സി. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മസാല ലസ്സിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒരു 2 പച്ചമുളക്, ഒരു രണ്ട് കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിന് ഉപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഹാങ്കേഡ്. ഇത്ര സാധനങ്ങളാണ് മസാല ലസ്സിക്ക് വേണ്ടത്. നമുക്ക് ആദ്യം പച്ചമുളക് ഇതിൻ്റെ അകത്തോട്ടിടാം. ഒരു 2 കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ബൗളിലോട്ട് ഒഴിക്കാം. ഇതിലേക്ക് നമുക്ക് കേട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ലസ്സിയേക്കാളുമൊക്കെ വ്യത്യസ്തമാണ്. കാരണം ഇതിന് എരിവും ശരിക്കും നമ്മൾ പച്ചമോരൊക്കെ കുടിക്കുന്ന ആ ഒരു ഫീലിങ്സ് ആയിരിക്കും ഇത് കഴിച്ചു കഴിയുമ്പോൾ. എരിവും ചെറിയ ഉപ്പും ചെറിയ പുളിയും ഒക്കെ കൂടിയുള്ള അതാണ് മസാല ലസ്സി. മസാല ലസ്സി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലോട്ട് നമുക്കിത് മാറ്റാം. അപ്പോൾ നമ്മുടെ ലസ്സിയും പിന്നെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. ഇത് മാംഗോ സ്മൂത്തി അല്ലേ? മാംഗോ സ്മൂത്തി. ഇത് നമ്മുടെ മസാല ലസ്സി, ഇത് മിന്റ് ലസ്സി, ഇത് പച്ചമാങ്ങ ലസ്സി. ചേച്ചി ഒരു കൂടിപ്പോയി 10 മിനിറ്റിനുള്ളിലാണ് ഇത് 4 ശരിയാക്കി എടുത്തത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പ്രിപ്പയർ ചെയ്ത് അവർക്ക് കൊടുക്കാം.
നല്ല ഉച്ചക്കൊക്കെയാണ് നല്ല നല്ല ചൂടുള്ള ചൂട് സമയത്തൊക്കെ. കഴിക്കാം. അപ്പൊ എന്തായാലും ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ ആദ്യം പച്ചമാങ്ങ ലസ്സി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ആ മധുരവും പുളിയും പിന്നെ ആ തൈരിന്റെ പുളിയും ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഉച്ചയ്ക്ക് നല്ല തണുപ്പിച്ച കൂടി അടിപൊളിയായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് മിന്റ് ലസ്സി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. മിന്റ് ഇതും കൊള്ളാം, ഇതും നന്നായി. പക്ഷെ എനിക്ക് ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഇതാണ് പച്ചമാങ്ങേണ്ടത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് മസാല ലസ്സി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം. ഇതൊരു നമ്മുടെ എരിവും ഉപ്പും. ഇതും ഉച്ചയ്ക്ക് കുടിക്കാൻ നല്ല. ഇത് ശരിക്കും നമ്മള് പച്ചമോര് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് ആണ്. ഈ ലസ്സിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് പച്ചമാങ്ങ ലസ്സി ആട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമുക്ക് സ്മൂത്തി അല്ലേ, മാംഗോ സ്മൂത്തി ഒന്ന് ടേസ്റ്റ് നോക്കാം. മാംഗോ സ്മൂത്തി ഇതൊരു ഷേക്കിന്റെ ഒക്കെ പ്രസിദ്ധി അല്ലേ. പാലിലുണ്ടാക്കി ഷേക്ക് ഒക്കെ ഒരു ഷേക്കിന്റെ ഒക്കെ ടേസ്റ്റ് ആണ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, കാരണം നല്ല ടേസ്റ്റ് അല്ല അതിന്. ഈ നമ്മുടെ ചൂടുകാലത്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്, ഡ്രിങ്ക്സ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് കമന്റ്സ് തരിക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.